ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ വെളിപ്പെടുത്തലുകൾ മലയാള സിനിമാ രംഗത്ത് കോളിളക്കമുണ്ടാക്കിയിരിക്കുകയാണ്. ഇതിനോടകം 2 പ്രമുഖർക്ക് അവരുടെ പദവി ഒഴിയേണ്ടി വന്നു. സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനവും നടൻ സിദ്ദിഖ് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനവും രാജിവെച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ സംഭവവികാസങ്ങളിലേക്ക് 2017 ഫെബ്രുവരി 17 കൊച്ചിയിൽ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടുവെന്ന വാർത്ത കേരളത്തെ ഞെട്ടിച്ചു. പിന്നീട് രൂപം കൊണ്ട വിമൻ ഇൻ സിനിമ കളക്ടീവിന്റെ ശ്രമഫലമായി ചലച്ചിത്ര പ്രവർത്തകരായ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ 2017 ജൂലൈ 14 സർക്കാർ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മിറ്റി രൂപീകരിച്ചു. 2019 ഡിസംബർ 31 കമ്മിറ്റി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് 4.5 വർഷത്തോളം പെട്ടിയിലിരുന്നു. 2024 ഓഗസ്റ്റ് 19 ഭാഗികമായി പുറത്തുവന്ന റിപ്പോർട്ടിൽ ഏറെയും സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളുടെ നേർസാക്ഷ്യങ്ങളായിരുന്നു. ലൈംഗികാരോപണങ്ങളിൽ കേസെടുക്കാൻ നേരിട്ട് പരാതി ലഭിക്കണമെന്ന സർക്കാർ നിലപാട് ചോദ്യം ചെയ്യപ്പെട്ടു. ഇതിനു പിന്നാലെയാണ് പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാൻ കേരളത്തിലെത്തിയപ്പോൾ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം നടി ശ്രീലേഖ മിത്ര 24-ലൂടെ തുറന്നു പറഞ്ഞത്. Movie name I don't remember, but I remember the name of the director. Probably his name was Ranjit. He was mid-30s, late 30s. Then it was 10 years back, 10-11 years back. സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമായി. ഇതിനിടെയാണ് 5 ദിവസത്തെ മൗനം വെടിഞ്ഞ് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ഭാരവാഹികൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതെങ്കിലും കുറ്റവാളികളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കണം, ആ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം. അല്ലാതെ പുകമറ സൃഷ്ടിച്ച് കുറ്റവാളികളല്ലാത്തവരെ കൂടി അതിനകത്ത് നാണം കെടുത്തുകയല്ല വേണ്ടത്. ആരാണ് കുറ്റവാളി, അയാൾ പുറത്തു വരട്ടെ. റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ക്രിമിനൽ സ്വഭാവമുള്ളതെന്ന് പറഞ്ഞ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ തന്നെ തൊട്ടടുത്ത ദിവസം കേട്ടത് അങ്ങേയറ്റം ഗുരുതരമായ ആരോപണം. നടൻ ഹീനമായി പീഡിപ്പിച്ചെന്ന് യുവനടിയുടെ വെളിപ്പെടുത്തൽ 24-ലൂടെ. ഈ ജനറൽ സെക്രട്ടറിയായ ഇദ്ദേഹം ഹി റേപ്ഡ് മീ. അയാള് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീസ് ആൻ അബ്യൂസർ. അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് രാവിലെ തന്നെ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. തൊട്ടു പിന്നാലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവെച്ചുവെന്ന വാർത്തയും പുറത്തുവന്നു. നടൻ റിയാസ് ഖാൻ അശ്ലീല സന്ദേശം അയച്ചിട്ടുണ്ടെന്നും യുവനടിക്ക് ആരോപണമുണ്ട്. തൊടുപുഴയിലെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് യുവ സൂപ്പർ സ്റ്റാറിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടായെന്ന് ചലച്ചിത്ര പ്രവർത്തക സോണിയ മൽഹാർ പറഞ്ഞു. സംവിധായകന്റെ മോശം പെരുമാറ്റം കാരണം ചെരുപ്പൂരി അടിക്കാൻ പോയിട്ടുണ്ടെന്ന് നടി ഉഷ ഹസീന വെളിപ്പെടുത്തി. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും നടി ശ്വേതാ മേനോൻ. ഇങ്ങനെ നീളുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ശേഷമുള്ള വെളിപ്പെടുത്തലുകൾ. ന്യൂസ് ഡെസ്ക് 24.